ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി കപ്പ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കപ്പ കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കപ്പ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ കുക്കർ അടച്ചൊന്നും വെക്കുന്നില്ല, അല്ലാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇവിടെ കപ്പ ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് കുക്കായി വരണം. കപ്പയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കപ്പയിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. ഞാനിവിടെ കപ്പയിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കപ്പ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ 1-ാം പാൽ 2-ാം പാൽ എന്നൊന്നുമില്ല, തേങ്ങയുടെ മൊത്തത്തിലുള്ള പാലാണ് എടുത്തത്. 3 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തത്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും 3 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കപ്പയൊക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നുകൂടെ കുക്കായി വരണം. ഇത് തിളച്ച് വരുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലെ കപ്പയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ തേങ്ങാപ്പാൽ മൊത്തത്തിൽ ചേർത്തതുകൊണ്ട് പിരിഞ്ഞൊന്നും പോവില്ല. നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇതിലെ കപ്പയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ അധികം തിക്കാക്കി എടുക്കുന്നില്ല. ഇത് ചൂടൊന്ന് മാറി വരുമ്പം തന്നെ ഒന്നും കൂടെ തിക്കായി വരും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 5 ചെറിയുള്ളിയാണ് എടുത്തത്. നൈസായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.